പിശാചുണ്ട്. അല്ലാഹുവേ, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് കാവൽ തരണേ പടച്ചവനെ. നിന്റെ TV സ്ക്രീനിൽ പിശാചുണ്ട്. നിന്റെ മൊബൈലിന്റെ ഉള്ളിൽ കിടക്കുന്ന ചില വീഡിയോ ക്ലിപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നത് പിശാചാണ്, അല്ലേ? നിന്റെ ചില മെസ്സേജുകളിൽ കിടക്കുന്നത് പിശാചിന്റെ വാക്കുകളാണ്. സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും പേര് പറഞ്ഞ് അന്യ പെണ്ണുങ്ങളോടോ അന്യ പെണ്ണുങ്ങൾ പുരുഷന്മാരോടോ കുഞ്ഞുകുഴഞ്ഞുള്ള ടെക്സ്റ്റുകളോ മെസ്സേജുകളോ കൈമാറുന്ന ടൈപ്പ് ചെയ്യുന്ന വിരലുകൾ പിശാചിന്റെ സഹായമില്ലാതെ ടൈപ്പ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ച് നിന്റെ മൊബൈലിൽ മൂടി വെച്ച് നീ പോക്കറ്റിലോ സൈഡിലോ നിന്റെ ഹാൻഡ് ബാഗിലോ പെണ്ണെ വെച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിന്റെ ഉള്ളിൽ പിശാചിരിക്കുന്നില്ലേ? അല്ലാഹുമ്മ, പടച്ചവനോട് തൗബ ചെയ്ത് മടങ്ങിക്കോ. അല്ലാഹുമ്മ, പടച്ചവനെ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ, മിൻ ഹമസാത്തിശ് ശയാത്വീൻ, പിശാചുക്കളെ ഞങ്ങളുടെ മനസ്സുകളെ ആക്രമിക്കുന്നതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ. ഞങ്ങളുടെ മസ്തിഷ്കങ്ങളിൽ പിശാച് തരുന്ന മർമ്മരങ്ങളിൽ നിന്ന്, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് കാവൽ തരണേ പടച്ചവനെ. വഅഊദു ബില്ലാഹി അൻ യഹ്ളുറൂൻ, പിശാച് വരാതിരിക്കാൻ നീ എന്നെ കാക്കണേ അല്ലാഹ്. ഇത് ദുആ ചെയ്ത് പഠിച്ചോളൂ മുഅ്മിനീങ്ങളെ. ഉസ്താദുമാരോട് ചോദിച്ച് എഴുതിച്ചെടുത്ത് പഠിച്ചോളൂ. എപ്പോഴും ചൊല്ലിക്കോളൂ. ഇത് ചൊല്ലേണ്ട കാലമാണ്. അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ ദിക്ർ ചൊല്ലണ്ടേ? വീട്ടിലേക്ക് കയറുമ്പോൾ ദിക്ർ വേണ്ടേ? ബിസ്മില്ലാഹി വലജിനാ ബിസ്മില്ലാഹി ഖറജിനാ വഅലാ റബ്ബിനാ തവക്കൽനാ. ഇത് ചൊല്ലാതെ വീട്ടിലേക്ക് കടന്നു വരല്ലേ. വീടിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീടിന്ന് ഇറങ്ങി പോകുന്ന മക്കളോട് ചൊല്ലാൻ പഠിപ്പിച്ചില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. അല്ലാഹുവേ, വീടിന്റെ പടിവാതിൽ ഇറങ്ങി പുറപ്പെടുന്നവനാണ് ഞാൻ. അല്ലാഹുവേ, വീടിന്റെ പടിവാതിൽ ഇറങ്ങി പുറപ്പെടുന്ന കോളേജ് കുമാരിയാണ് പടച്ചവനെ ഞാൻ. എന്നെ കാക്കണേ. അൻ അദില്ല, ഞാൻ വഴിപിഴച്ചു പോകാതെ കാക്കണേ. ഔ ഉദല്ല, അല്ലെങ്കിൽ എന്നെ വഴിപിഴ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും പഴപ്പിക്കുക, ഇത് വരാതെ കാക്കണേ അല്ലാഹ്. ഔ അസില്ല ഔ ഉസല്ല, എനിക്ക് കാലിടറുകയോ ഞാൻ ആരെങ്കിലും കാലിടർത്തുകയോ ചെയ്യുന്നത്. ഔ അദിൽ ഔ അദ്ലമ ഔ ഉദ്ലമ, ഞാൻ ആരെങ്കിലും ആക്രമിക്കുകയോ ഞാൻ ആക്രമിക്കപ്പെടുകയോ ചെയ്യാതെ കാക്കേണമേ. ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ, ഞാൻ വിവരക്കേട് പ്രവർത്തിക്കുകയോ എന്നോട് വിവരക്കേട് ആരെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് നീ എനിക്ക് കാവൽ തരണേ എന്ന് ചോദിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? വീടിന്ന് പുറത്തിറങ്ങിയാൽ മക്കളുടെ കോലം എന്താണെന്നറിയോ? കുട്ടികൾ സ്കൂൾക്കാന്ന് പറഞ്ഞു പോവാൻ. എങ്ങോട്ടാണ് ഇവർ പോകുന്നറിയോ? ഇവിടെ സ്കൂളിൽ കൂടെ ഇരിക്കുന്ന കുട്ടി കൊണ്ടു കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ? കൂടെ വരുന്ന കുട്ടി അവളുടെ ബാഗിലോ ബുക്കിന്റെ ഇടയിലോ കൊണ്ടുവരുന്ന മലീമസമായ കഥകൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റുമോ? നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുമോ? ഈ കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നതിനിടയിൽ സ്കൂളിൽ പോകുന്ന ബസ്സിലോ വാഹനത്തിലോ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? അവന്റെ കൂട്ടുകാർ എന്തൊക്കെയാണ് അവനെ അല്ലെങ്കിൽ അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ. മക്കളോട് ദുആ ചെയ്യാൻ പഠിപ്പിക്കണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഇതില്ലാതെ കാവൽ കിട്ടുകയില്ല മുഅ്മിനേ. അല്ലാഹുവിന്റെ സഹായമില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത ലോകമാണ്. മദ്രസകളിൽ 10ഉം 12ഉം ക്ലാസ് വരെ പഠിച്ച പെൺകുട്ടികൾ കണ്ടവന്റെ കൂടെ ജാതിയും മതവും നോക്കാതെ ഓടിപ്പോയ കഥകൾ മുമ്പിലുണ്ടെങ്കിൽ എങ്ങനെയാ നമുക്ക് ധൈര്യത്തോടെ ഇരിക്കാൻ പറ്റുക? എങ്ങനെയാ നമുക്ക് ധൈര്യത്തോടെ അന്തി ഉറങ്ങാൻ പറ്റുന്നത്? എങ്ങനെയാ നമ്മുടെ മക്കൾ പിഴക്കില്ലെന്ന് പറയാ? എത്രയോ നല്ല മക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ കള്ളു കുടിച്ച് മത്ത് പിടിച്ചു വരുന്നില്ലേ? നമ്മുടെ മക്കൾ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ അവനെ താരാട്ട് പാടി ചൊല്ലി അവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഉറങ്ങിയ ഉമ്മയുടെ മുമ്പിലേക്ക് കള്ളുകുടിച്ചാടി വരുന്ന നേരം എൻ്റെ മുസ്ലിമേ, ആ ഉമ്മയുടെ മനസ്സിന്റെ വേദന എവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റും? ആ വാപ്പയുടെ വേദന എവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റും? എന്തേ? പിശാച് തട്ടിയെടുത്തതാണ്. വഴിയിലേക്ക് ചെന്നപ്പോ പിശാച് തട്ടിയെടുത്തതാ. ചില കൂട്ടുകാരുടെ ഇടയിൽ ചെന്ന് പെട്ടപ്പോ പിശാച് തട്ടിയെടുത്തതാ. ചില ക്ലബിൽ പോയി പെട്ടപ്പോ പിശാച് തട്ടിയെടുത്തതാണ്. ചില ഗ്യാങ്ങിൽ ചെന്ന് പോയി പെട്ടപ്പോ. അതുകൊണ്ട് അല്ലാഹുവിനോട് കാവൽ ചോദിക്കും.
ചോദിക്കേണ്ട കാലമാണിത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്വീൻ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്നും, വഅഊദു ബിക അൻ യഹ്ദുറൂൻ, അവരെന്റെ അരികത്ത് വരാതെയും കാക്കണേ അല്ലാഹ്. പിശാചിനെ കാക്കണേ. ഇന്ന് മക്കൾ ചെയ്യുന്നത് പിശാച്ച് വന്ന പിശാച്ച് പോവാതെ ലോക്ക് ചെയ്തിരിക്കുക വീടിന്റെ ഉള്ളിൽ ലോക്ക് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ ഒരു പിശാച്ചും പുറത്തു പോകണ്ട. ഉമ്മ വന്ന് വാതിക്ക് മോനെ വാതിൽ തുറക്കും, തുറക്കൂല. വാപ്പ ചോദിക്കണ്ട മോനെ സുബഹിസ്കരിക്കണ്ടേ, എന്ത് സുബഹി? ഓൻ കടന്നുറങ്ങിയത് രാവിലെ 4 മണിക്കാ. അതുവരെ തോന്നിവാസം കണ്ട് കടന്നതാണ്. കണ്ടവനോ കണ്ടവൾക്കോ വിളിച്ചുകൊണ്ട് കിടക്കുകയാണ് അല്ലേ? അവൻ ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ ഉറങ്ങുമ്പോ? ഉദു എടുത്തിട്ടുണ്ടോ ഉറങ്ങുമ്പോ? വലതു ഭാഗത്തേക്ക് ചെരഞ്ഞു കിടന്നതാണോ അവൻ കാണുന്നത്? ഓരോരുത്തർക്കും റൂം കൊടുത്തിരിക്കല്ലേ. വാപ്പ താഴെ റൂമില്, ഉമ്മ ഇപ്പുറത്ത്, പെങ്ങൾ ഏതോ ഒരു മൂലയില്, മകൻ കിടക്കുന്നത് വടക്കേ മുറിയില്. യാ അല്ലാ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് പോലും അറിയാത്ത രീതിയിൽ വീടിന്റെ സൗകര്യങ്ങൾ തന്നതിൽ അല്ലാഹു മനുഷ്യനെ പരീക്ഷിച്ചിട്ടില്ലേ? മക്കൾ ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. വാപ്പാക്ക് പോലും ചോദിക്കാൻ വയ്യ. ഒന്ന് ഇറങ്ങിച്ചെന്ന് എന്താണ് മോനെ പണിയെന്ന് ചോദിക്കുക. എന്തേ മക്കൾ ചെയ്യുന്ന എന്താണെന്നറിയോ? ആ റൂമിൽ വന്ന സർവ്വ പിശാച്ചിനും പോകാൻ ഇടം കൊടുക്കാതെ ജനലും അതിന് അടച്ചുപൂട്ടിയിരിക്കുക. സൗണ്ട് പോലും പുറത്തേക്കണ്ട. പിശാച്ചിനെ ഉള്ളിൽ നിന്ന് വിടാതിരിക്കുന്ന മക്കൾ. യാ അല്ലാ, വാപ്പ കുട്ടിയെ ആഞ്ഞു പിടിച്ചു നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ദുആ ചെയ്ത് നെറ്റിയിൽ ഉമ്മ വെച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട് അല്ലേ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഞാൻ എപ്പോൾ വന്നാലും എൻ്റെ ഉപ്പയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും എൻ്റെ 2 നെറ്റിത്തടങ്ങൾക്കിടയിൽ, എൻ്റെ കണ്ണുകൾക്കിടയിൽ ഹബീബ് ചുംബിക്കാതെ എന്നെ സ്വീകരിച്ചിട്ടില്ല എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ. വാപ്പയിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടുണ്ട്, ഉമ്മയിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടുണ്ട്, ഉമ്മയെ സ്നേഹിച്ചിട്ടുണ്ട്. വാപ്പയുടെയും ഉമ്മയുടെയും കൈ പിടിച്ച് മക്കൾ ചുംബിക്കണമെന്ന് പഠിപ്പിച്ച ദീനല്ലേ നമ്മുടെ ദീന് അല്ലേ? ഉമ്മാക്ക് സലാം പറയുമ്പോ കൈ പിടിച്ച് ചുംബിക്കണം. കൈ പിടിച്ച് ചുംബിക്കണ്ടേ? മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആ കൈയിൽ ചുംബിച്ചുകൊണ്ട് കരഞ്ഞിട്ടില്ലേ? അഹ്ലു ബൈത്തിനെ കണ്ടപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന കൊച്ചു തങ്ങൾ കുട്ടി നബി തങ്ങൾ വഫാത്താകുമ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങളുടെ പ്രായം 13 വയസ്സാണെന്ന് ഓർക്കണം. ആ മഹാനായ സ്വഹാബിയെ, മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇവരൊക്കെ കാണുമ്പോൾ ആ കൈപിടിച്ച് ചുംബിക്കുകയും ഹാകദാ ഉമിർനാ അൻ നഫ്അല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കണ്ടാൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സ്വഹാബികൾ പറഞ്ഞിട്ടില്ലേ? ഈ ചുംബനൊക്കെ നഷ്ടപ്പെടുമ്പോഴാ തെരുവിലെ ഹറാമിന്റെ ചുംബനത്തിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നത് അല്ലേ? നബിയേ നബിയേ, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹു എന്നോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒന്നുമല്ല, നിന്റെ സ്വന്തം ഉമ്മയും വാപ്പയും നിന്നോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ ഉമ്മാക്കും വാപ്പാക്കും നിന്നോട് പൊരുത്തമാണെങ്കിൽ അള്ളാഹു നിന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം. എങ്ങനെ? നിന്റെ ഉമ്മയും വാപ്പയും നിന്നോട് പൊരുത്തത്തിലാണ്, ഉമ്മാക്കും വാപ്പാക്കും നിന്നോട് പെരുത്തിഷ്ടമാണെങ്കിൽ അവർ ആ കാണിക്കുന്ന സ്നേഹം അള്ളാഹുവിന്റെ അർശിൽ തട്ടി വരുന്ന സ്നേഹമാണ്. മാതാപിതാക്കൾക്ക് ദേഷ്യമാണെങ്കിൽ അത് അള്ളാഹുവിന് നിന്നോട് ദേഷ്യമാണെന്നതിന്റെ അടയാളമാണ്. ആ ഉമ്മയുടെ വാപ്പയുടെ കൈപിടിച്ച് ചുംബിക്കേണ്ടതിന് പകരം അന്യ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈപിടിക്കാൻ, അവരുടെ ചുണ്ടുകളിൽ ചുണ്ടുവെക്കാൻ, പരസ്യമായി അള്ളാഹുവിന്റെ നിയമത്തെ ലംഘിക്കാൻ വിവരമില്ലാത്ത മുസ്ലിം പേരുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ദുആ ചെയ്തോളി, അല്ലാഹുവേ ഇന്നാ നഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്വീൻ. ഈ പിശാചുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർവൃത്തികൾ നാളെ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരികയും നമ്മുടെ സ്വന്തം മക്കൾ കണ്ടവനെ പരസ്യമായി ചുംബിക്കുന്ന അവസ്ഥ വരുന്നതിൽ നിന്ന് അല്ലാഹുവേ, ഇവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾ ഈ സമൂഹം കണ്ടുപഠിക്കുകയും അങ്ങനെ ഈ സമൂഹത്തിൽ തോന്നിവാസം പ്രചരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് ദുആ ചെയ്യണം. വനഊദു ബില്ലാഹി അൻ യഹ്ദുറൂൻ. ഈ പിശാചുക്കളെ ഞങ്ങളുടെ നാട്ടിലേക്ക് വരാതെ കാക്കണേ. അതല്ല പിന്നെ ആ ദുആന്റെ അർത്ഥം? പിശാചുക്കൾ വരാതിരിക്കാനും നീ ഞങ്ങളെ കാക്കണേ, പിശാച് വരാതെ നീ ഞങ്ങളെ കാക്കണേ എന്ന് ദുആ ചെയ്യണം. എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ കാവൽ ചോദിക്കേണ്ട കാലമാണിത്. തുഅറദുൽ ഫിതനു, ഫിത്നകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്, എന്റെ ഉമ്മത്ത് നശിച്ചു പോകുന്ന കാലം അവരവരുടെ സംസ്കാരത്തിൽ മാറ്റം വരുത്തുമ്പോഴാണ്. സംസ്കാരം മാറിയാൽ അള്ളാഹു ലോകത്തെ നശിപ്പിക്കും. അതുകൊണ്ടാ കള്ളു കുടിക്കല്ലേ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാ വ്യഭിചരിക്കല്ലേ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഡാൻസുകളും കൂത്തുകളും നീ കേൾക്കല്ലേ കാണല്ലേ എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബ് 15 വസ്തുതകൾ എണ്ണിയിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് ഇതെങ്ങാനും സംഭവിച്ചാൽ